അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽമുസ്ലിമീന വൽമുസ്ലിമാത്ത്. നിസ്കാരവും നോമ്പും ബാധ്യത ഒഴിവായി പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയണത്. അതായത് നോമ്പ് നിസ്കാരമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഭക്ഷണമോ മറ്റോ കൊടുത്തിട്ട് വീണ്ടെടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടല്ലോ. അതേപോലുള്ള ചർച്ചയാണ്. ഇതാ മാത്തൽ മരീദ് വലം യഖ്ദിർ അല സ്വലാത്തി ബിൽ ഈമാ ലാ യൽസമുഹുൽ ഈമാ ബിഹാ ലാ യൽസമുഹുൽ വസിയ്യത്ത് അല്ലേ? ഇതിൽ ഈവാവ് നെട്ടിക്കണേ നാദ്, അതാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. ഒരാൾ മരിച്ചു, രോഗി മരിച്ചു, അയാൾക്ക് നോമ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല ആംഗ്യം കാണിച്ചിട്ടൊന്നും. ആംഗ്യം കാണിക്കുന്നവരെ ചെയ്യേണ്ടവരേ ഉള്ളൂ, വേറെല്ലല്ലേ നമ്മളെ മതബിലെ. ലാ യൽസമുഹുൽ ഈസാഉബി, ആ കാര്യം മക്കളോട് വസിയ്യത്ത് ചെയ്ത് നിർബന്ധമൊന്നുമില്ല. വൈകും കല്ലത്ത് എത്ര കുറഞ്ഞാലും, കാരണം അയാൾക്കത് കളവ് കിട്ടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം പിന്നെ അത് വസിയ്യത്ത് ചെയ്തിട്ട് എന്താക്കേണ്ടതില്ല, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അയാൾക്ക് ആംഗ്യം രോഗിയല്ലേ, ആംഗ്യം കാണിച്ചിട്ട് പോലും നിസ്കരിക്കാൻ കഴിയില്ല. തര കൊണ്ട് ആംഗ്യം കാണിക്കാനാണ് നമ്മൾ പറയുന്നത് ലാസ്റ്റ് ചാൻസ് അല്ലേ? തല കൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ അത് വീട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? വസിയ്യത്ത് ചെയ്യേണ്ടതില്ല. മക്കളോടെ ഞാൻ മരിച്ചതിന് ശേഷം വീട്ടണം എന്ന് പറഞ്ഞേട്ടെ. അപ്പോൾ സാധിച്ചുകൊണ്ട് വസിയ്യത്ത് ഒഴിവാക്കുകയാണെങ്കിൽ എന്താക്കേണ്ടുള്ളൂ? വസിയ്യത്ത് ചെയ്യേണ്ടുള്ളൂ എന്നർത്ഥം. അയാൾക്ക് സാധിച്ചിട്ടും അയാൾ എന്തായാലും നിർവഹിച്ചില്ലെങ്കിൽ വസിയ്യത്ത് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ വസിയ്യത്ത് ചെയ്യേണ്ട വൈകും കല്ലത്ത്. ഇനി എത്ര കുറച്ച് നിസ്കാരമേ ഉള്ളൂ എങ്കിൽ പോലും, അതായത് കുറഞ്ഞ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞതിനല്ലേ പറയാ. വക്കത നോമ്പ് അങ്ങനെ തന്നെയാണ്. അതാ രണ്ടും കൂടി കൂട്ടി ചെയ്യാനുള്ള കാരണം. അതായത് എൻ്റെ വിശദീകരണം, ഇൻ അഫ്തറ ഫീഹിൽ മുസാഫിർ വൽ മരീദു, യാത്രക്കാരനോ രോഗിയോ നോമ്പ് മുറിച്ചു. ഒ മാതാ ഖബലൽ ഇഖാമത്തി, നാട്ടിലെത്തുന്നതിന് മുമ്പ്, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും മരണപ്പെട്ടു. ഖബല സിഹത്തി, ഈ രോഗിയാണെങ്കിൽ ആരോഗ്യം വീണ്ടിട്ടുന്നതിന് മുമ്പ് മരിച്ചാൽ അവിടെ അത് നിർവഹിക്കാൻ വേണ്ടി ആരോടും വസിയ്യത്ത് ചെയ്യേണ്ടതില്ല. അപ്പം സാധിക്കുമെങ്കിലോ വസിയ്യത്ത് ചെയ്യണം. എന്താ വസിയ്യത്ത് ചെയ്യാൻ? നോൽക്കാൻ നിസ്കരിക്കാനല്ല, ഇനി അതിന് ഭക്ഷണം കൊടുക്കാൻ, ഫിദിയ കൊടുക്കാൻ. വ അലൈഹി, ഈ അൽ വസിയ്യത്തു ബിമാ ഖദറ അലൈഹി, സാധിക്കുമായിരുന്നു അയാൾക്ക്. അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യണം? അങ്ങനത്തെ ആളെന്ത് ചെയ്യണം? വാലേഹി, അയാൾ നോമ്പ് എന്ത് ചെയ്തു? നോമ്പ് മുറിച്ച വ്യക്തി വാലേഹി, അയാളുടെ മേൽ നിർബന്ധമാണ് അൽ വസിയ്യത്തു ബിമാ ഖദറ അലൈഹി, സാധ്യമാകുന്ന ഒരളവ് ഫിദിയ കൊണ്ട് വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ബഖിയ ബി ദിമ്മത്തിഹി, അയാളുടെ ദിമ്മത്തിൽ അത് ബാക്കിയാവുകയും ചെയ്യും. ഫയഖ്റുജു അൻഹു വലിയുഹു, അപ്പോൾ അയാളുടെ അനന്തരാവകാശം എന്ത് ചെയ്യണം? അത് നൽകണം. മീൻ സുലുസി മാത്രക്ക, അനന്തര സ്വത്തിൻ്റെ 1/3 നിന്ന് അത് നൽകേണ്ടതാണ്. കാരണം മുതലുണ്ടല്ലോ മറ്റോടത്ത്. അല്ല, നമ്മൾ രണ്ടാമത് പറയേണ്ടത് ആദ്യം പറഞ്ഞതാണ് പ്രശ്നം. ഒരാൾക്ക് നിസ്കാരം ഖളാ കിട്ടേണ്ടതുണ്ട്, അല്ല രോഗിയാണ്, ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമല്ല എന്ന്. കാരണം ഓനത് നിർബന്ധമല്ലല്ലോ നിസ്കാരം, പിന്നെ എങ്ങനെയാ ഇത് വസിയ്യത്ത് ചെയ്യുക ഖളാ കിട്ടാൻ? അതേമാതിരി യാത്രക്കാരനോ രോഗിയാണ്, അവരെന്ത് ചെയ്തു? നോമ്പ് കാലത്ത് റമദാൻ മാസത്തിൽ നോമ്പ് മുറിച്ചു. അങ്ങനെ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ആരോഗ്യം തിരിച്ചിട്ടുന്നതിന് മുമ്പുമായിട്ട് എന്തായി മരിച്ചാൽ അവിടെ ആ നോമ്പ് കൊടുക്കാനും വസിയ്യത്ത് ചെയ്യണ്ട. കാരണം ആ നോമ്പ് നിർബന്ധമുണ്ടല്ലോ.
പക്ഷേ ആ നിസ്കാരത്തിനും നോമ്പിനും ഒരു പരിഹാരവും ചെയ്യണം. അതെന്താ? അലൈഹിൽ വസിയത്ത് ബിമാ ഖദർ അലൈഹി, അവന് സാധ്യമാകുന്ന ഒരു സംഖ്യ, ഒരു പൈസ ഫിദിയായിട്ട് നൽകാൻ വേണ്ടി അവൻ വസിയത്ത് ചെയ്യേണ്ടതാണ്. ഓ ബക്കിയ ബിദിമ്മത്തി, മരണം വരെ അത് അവൻ്റെ ഉത്തരവാദിത്തത്തിൽ അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഫയുഖ്രിജ് അൻഹു വലിയുഹു, അവൻ്റെ സ്വത്തിൽ കൈകാര്യം ചെയ്യാൻ അധികാരപ്പെട്ട ആൾക്കാണ് വലിയ എന്ന് പറയാം. അയാൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കൊടുക്കണം. എത്ര കൊടുക്കേണ്ടത്? മീൻ സുലുസി മാത്രമൊക്കെ അവൻ്റെ അനന്തരത്തിൻ്റെ 1/3 കൊടുത്താൽ മതി. ഫുള്ള് കൊടുത്ത് തീർക്കാൻ പാടില്ല. 1/3 1/3 പരിധിയിൽ വരുന്ന സംഖ്യയൊക്കെ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയോ വിനിയോഗിക്കണം. ആര്? വസിയത്ത് ചെയ്യപ്പെട്ട ആളെ. അതായത് അനന്തരസ്വത്ത് മൊത്തം ഒന്നും കൊടുത്ത് തീർക്കാൻ പറ്റില്ല. 1/3 ഉൾപ്പെടുന്ന ഭാഗം മാത്രം നൽകാം. 1/3 വരുന്നുണ്ട് ബാധ്യത നിൽക്കുക, എന്നാൽ പിന്നെ 1/3 നിർത്തുക. സ്വത്ത് അനന്തരവാസികൾക്കും വേണ്ടേ? അത് വസിയത്ത് ചെയ്യുമ്പോഴേ എന്തുള്ളൂ? കൊടുക്കൽ നിർബന്ധമുള്ളൂ. വസിയത്ത് ചെയ്യില്ലെങ്കിൽ എന്താവില്ല? കൊടുക്കൽ നിർബന്ധം ഇല്ല. അതാണ് വസിയത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയുന്നത്. വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട. വസിയത്ത് ചെയ്തില്ലെങ്കിൽ ഫയുഖ്രിജ് അൻഹു വലിയുഹു, അവൻ അനന്തരാവകാശി അത് നൽകണം. മീൻ സുലുസി മാത്രക്ക, അവൻ ഉപേക്ഷിച്ചതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ അവൻ്റെ അനന്തര സ്വത്തിൻ്റെ 1/3 ഉൾപ്പെടുന്ന രീതിയിൽ കൊടുക്കണം. എന്താ അടുത്ത ഹദീസ്? സൗമി കുല്ലി യൗമിൻ അല്ലേ? സൗമി കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തെയും നോമ്പിന് വേണ്ടി കൊടുക്കണം. അത് ശരി, അയം വായിച്ചു. മീൻ സൗമി കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തെ നോമ്പിനും വേണ്ടി അവൻ കൊടുക്കണം. ഒരു മിസ്കീൻ്റെ ഭക്ഷണം, ഒരു മിസ്കീനുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഓരോ ദിവസത്തിനും ഓരോ മിസ്കീന് കൊടുക്കണം. അതുപോലെ തന്നെ സ്വലാത്തി, നോമ്പിനും കൊടുക്കണം. കുല്ല വക്തിൻ അതിൻ്റെ മാ തറക്കാന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് എന്നാണ്. അവൻ ഉപേക്ഷിച്ച് പോയത് അനന്തര സ്വത്ത്. മാ തറക്കക്ക് മത്രൂക്ക്, വിറാസത്ത്, മൗറൂസ് എന്നൊക്കെ അർത്ഥം. അനന്തരമായിട്ട് വിട്ടേച്ച് പോയത് എന്നാണ് മാ തറക്കാന്ന് പറഞ്ഞാൽ. മരണശേഷം അവൻ അനന്തരാവകാശികൾക്ക് ഉപേക്ഷിച്ച് പോയതിൻ്റെ സ്വത്തിൻ്റെ 1/3 നൽകണം. ഓരോ നോമ്പിനും ഓരോ ദിവസത്തെ നോമ്പിന് കൊടുക്കണം ഒരു മിസ്കീനുള്ള ഭക്ഷണം. അതുപോലെ തന്നെ സ്വലാത്തി കുല്ല വക്തിൻ, ഓരോ ദിവസത്തെയും നോമ്പിനും കൊടുക്കണം. ഹത്തൽ വിത്ർ വരെ. എത്ര കൊടുക്കേണ്ടതെന്ന് പറയണ്ടേ? നിസ്ഫ സാഇൻ മിൻ ബുറിൻ ഔ ഖീമത്തിഹി, ബുറിൽ നിന്നുള്ള ഒരു സായിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ വിലയുടെ പകുതി. വഹിയ അഫ്ദൽ, വില കൊടുക്കലാണ് നല്ലത്. തനവ്വി ഹാജാത്തിൽ ഫക്കീരി, ഫക്കീറിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ വില കൊടുക്കലാണ് നല്ലത്. ഭക്ഷണം കൊടുക്കാതെ വില കൊടുക്കലാണ് നല്ലത്. അത് മുന്തിരിയോ എന്താ അങ്ങനെയൊക്കെ. ബുറ് എന്ന് പറഞ്ഞ ഇവിടെ യവന്നാ പറഞ്ഞു. ബുറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് അല്ലേ? അല്ലെങ്കിൽ ദഖീഖത്ത്, സവീഖത്ത്, സായ്, തമ്ര, സബീബ് ഒക്കെ പറ്റും. തനബു യാജാത്തിന് വൈലം യൂസി തബറാനുഹു വലിയുഹു ജാസ്. വസിയത്തും ചെയ്തില്ല, അവൻ്റെ വലിയ പറഞ്ഞ രക്ഷിതാവ് എന്നല്ല, അനന്തരാവകാശി ഫ്രീ ആയിട്ട് നൽകുകയാണെങ്കിൽ ജാസാദും അനുവദനീയമാണ്. ശരി. വലാശൈ യസൂമ വലാ യുസല്ലി അൻഹു, വലിയന് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാൾക്ക് വേണ്ടി നോമ്പ് കൊടുക്കാനും നിസ്കരിക്കാനൊന്നും പറ്റില്ല. നിസ്കരിക്കാനും നോമ്പ് കൊടുക്കാനൊന്നും പറ്റില്ല. തന്നെ ഷാഫി മദ്ഹബിലും പ്രബലമായ അഭിപ്രായം. ഓക്കെ. വൈലം എഫിമാ ഔസാബിഹി അമ്മ അലിഹി യദ്ഫഉ ദാലിക്കൽ മിഖ്ദാറ
فيسقط الميت بقدره ثم يهبه الفقير للولي ويقبضه ثم يدفعه للفقير. يسقط ثم يهبه الفقير للولي يقبضه ثم يدفعه الولي للفقير حتى يسقط ما كان على الميت من صلاة وصيام. ഇതിന് പഠിച്ചവനെ പറ്റിച്ച പരിപാടിയാണ്. ഇതിൽ പഠിച്ചവനെ പറ്റിച്ച മസാലയാണെ അറിയാം. അതായത് നോമ്പും നിസ്കാരം നിർവഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അല്ലേ? ഇനി വൈലം യഫി തികഞ്ഞില്ലെങ്കിൽ മാ ഉസാബിഹി അവൻ വസിയത്ത് ചെയ്തത് തികയുന്നില്ല അമ്മ അലൈഹി അവന് നൽകേണ്ട ബാധ്യതക്ക് കൊടുത്തു വീട്ടാൻ തികയില്ലെങ്കിൽ അമ്മ അലൈഹി അവൻ്റെ മേലിലുള്ള ബാധ്യത കൊടുത്തു വീട്ടാൻ തികയുന്നില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യണം? യദ്ഫഉ ദാലിക്കൽ മിഖ്ദാർ അവൻ്റെ കയ്യിലുള്ള ഒരളവുണ്ടല്ലോ അത് കൊടുക്കുക. ലിൽ ഫഖീരി പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക. അപ്പം മയ്യത്തിനകത്തോണ്ട് എന്താകും? ആ അളവ് ബാധ്യത തീരും. ഫയസ്ഖുതു മയ്യത്ത് ബിഖദ്രിഹി അപ്പോൾ മയ്യത്തിന് ആ അളവ് എന്താകും? ബാധ്യത തീരും. സുമ്മ യഹബുൽ ഫഖീർ വലിയ പിന്നെ ഫഖീർ എന്താകുക? അവൻ്റെ വകയായിട്ട് വലിയന് വീണ്ടും അത് വെറുതെ കൊടുക്കുക. ഫഖീറെ ഇങ്ങോട്ട് ഹിബത്തല്ലേ, ഫഖീറിന് കിട്ടിയ സാധനം അവന് തിരിച്ചു കൊടുക്കാമല്ലോ. ഇങ്ങോട്ട് വയഖ്ബിദുഹു വലിയ എന്ത് ചെയ്യുക? അത് സ്വീകരിക്കുക. അപ്പം എന്തായി? ഹിബത്തുമായി രണ്ടാമത് പൈസ അവൻ്റെ കയ്യിൽ വന്ന് സുമ്മ യദ്ഫഉഹു ലിൽ ഫഖീരി പിന്നെ എന്ത് ചെയ്യുക? ഫഖീറിനെ കൊടുക്കുക മയ്യത്തിന് വേണ്ടി. ഫയസ്ഖുതു ബിഖദ്രി അപ്പം വീണ്ടും അത്ര അളവെന്തായി? മയ്യത്തിൻ്റെ ബാധ്യത ഒഴിവായി. അപ്പോഴും തീർന്നില്ലല്ലോ. സുമ്മ യഹബുൽ ഫഖീർ വലിയ പിന്നെ എന്ത് ചെയ്യുക? ഈ വാങ്ങി വെച്ച ഫഖീർ അതേ സാധനം തന്നെ അയാൾ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക. എന്നിട്ട് വയഖ്ബിദുഹു വലിയ സ്വീകരിക്കുക. സുമ്മ യദ്ഫഉ വലിയ ഫഖീർ വീണ്ടും എന്ത് ചെയ്യുക? വലിയ ഫഖീറിന് കൊടുക്കുക. അങ്ങനെ പലവട്ടം വാങ്ങി കൊടുത്ത് ഹത്താ യസ്ഖുതമാക്കാൻ എല്ലാ ബാധ്യതകളും തീരുന്നത് വരെ അങ്ങനെ വാങ്ങുക കൊടുക്കുക. ഹത്താ യസ്ഖുതമാക്കാൻ മയ്യിത്തി മിൻ സ്വലാത്തിൻ വസിയാമിൻ അതൊക്കെ തീരുന്നവരെ കൊടുക്കുക. ഓരോ നിസ്കാരത്തിന് അര സ്വായ വീതം. ഞാൻ പറഞ്ഞില്ലേ ഒരു തന്ത്ര പരിപാടിയാണെന്ന് പറഞ്ഞില്ലേ. യജൂസ് ഇഹ്താഉ ഫിദിയത്തി സ്വലവാത്തിൻ ലിവാഹിദിൻ കുറേ നിസ്കാരങ്ങളുടെ ഫിദിയ ഒരാൾക്ക് തന്നെ നൽകാം. നമ്മളിതൊരു മൂന്നാൾക്ക് കൊടുക്കണം എന്നാണ് പറയലേ. ജുംലത്തിന് മൊത്തത്തിൽ കൊടുക്കാം. അതേസമയത്ത് ബിഖിലാഫി കഫാറത്തുൽ യമീൻ ഒരാൾ സത്യം ചെയ്ത് പഴപ്പിച്ചതിൻ്റെ കഫാറത്തുണ്ടല്ലോ, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നല്ലേ, അവിടെ ഒരാൾക്ക് കൊടുക്കാൻ മതി. അത് അവിടെ ഒന്നിലധികം ആൾക്കാർക്ക് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം. അല്ലാഹു തആല ഏറ്റവും എല്ലാം അറിയുന്നവനാണ്. ഇതേ ഇവിടെ പറഞ്ഞ മസലയിൽ മനസ്സിലാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നു. ഞാനിപ്പോൾ എൻ്റെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയൊക്കെ ഫിദിയ ഞാനിത് 1 കിൻഡൽ കൊടുക്കാണ്ട്. അപ്പോൾ എൻ്റെ അനന്തര സ്വത്തിൻ്റെ 1/3 നോക്കുമ്പോൾ അതൊന്നുമില്ല. 1 കിൻഡൽ അരിക്കുള്ള പൈസ ഒന്നും തികയില്ല എങ്കിൽ ഞാൻ 10,000 റുപ്യ ആണല്ലോ, 10 ലക്ഷം എത്ര 1 കിൻഡലാണ് നൽകാനുള്ളത്. അങ്ങനെ 1 കിൻഡലൊന്നും നൽകാനുള്ള പൈസ എൻ്റെ അടുത്തില്ല 1/3. അപ്പോൾ ഞാൻ 10 നിങ്ങൾക്ക് തരാം ആദ്യം. എടാ 10 എനിക്ക് തന്നെ അങ്ങോട്ട് തരാം, ഞാൻ അങ്ങോട്ട് വാങ്ങുക, എന്നിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ 20 തന്നെ പിന്നെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ അങ്ങോട്ട് വാങ്ങുക. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ നിങ്ങൾക്കൊരു 10 രൂപ തന്നു, ആ 10 ഞാൻ ഉസ്താദിന് തന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് തന്നു, വീണ്ടും നിങ്ങൾ പറയാണ് ആ 10 രൂപ ഞങ്ങൾക്ക് തന്നു, അത് പറ്റൂല. ഞാൻ നിങ്ങൾക്ക് തന്നതിന് ശേഷം അത് വീണ്ടും എൻ്റെ ഉടമസ്ഥയിലേക്ക് വരണമെങ്കിൽ തരികയും വേണം, എന്നെ ഏൽപ്പിക്കുകയും വേണം, ഞാൻ സ്വീകരിക്കുകയും വേണം. അപ്പം പിന്നെ എൻ്റെതായി. അങ്ങനെ ഖബദ് നടക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ശരി. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أصلح أعمالنا وأخلص قلوبنا واجعلنا من ذاكريك وشاكرا للذكرين لك يا رب العالمين. اللهم ربنا زدنا علما وحلما وفهما وعقلا. اللهم حسن عاقبتنا. اللهم اجعل الإيمان والقرآن العظيم ربيع قلوبنا وجعلنا متوكلين عليك
اللهم اجعلنا متوكلين عليك في كل شدة ومسرة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.